യേശു ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ശിഷ്യന്മാരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്ത് മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അറിയാം, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. കർത്താവ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ യഹോവയായ ദൈവം, പിതാവാം ദൈവം ആ പ്രാർത്ഥന കേട്ടിട്ട് ആ പാനപാത്രം ഒന്ന് നീക്കി കൊടുത്തായിരുന്നെങ്കിൽ പിന്നെ ഈ ഭൂമി സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരണോ? കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം മലയാളത്തിൽ പറഞ്ഞാൽ അധോഗതിയായനെ, നമ്മളെല്ലാം പരാജയപ്പെട്ടാനെ, നമ്മളെല്ലാം തകർന്നു പോയേനെ. ഒരുപക്ഷെ നമ്മൾ ജനിക്കത്ത് പോലും ഇല്ലായിരുന്നു. കാരണം നമ്മുടെ അപ്പനും അമ്മയും ഈ ഭൂമി ഉണ്ടായിട്ട് വേണ്ടേ. തകർന്നു പോയനെ, നശിച്ചു പോയനെ. ഇല്ല, നമ്മൾ ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ 7 നില ജീവിതം പൊട്ടി ഫ്ലാഷായി നശിച്ച് തകർന്നു പോയനെ. പക്ഷെ ഇന്ന് ഈ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ, നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സമാധാനമുണ്ടല്ലോ, നാം ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രത്യാശയുണ്ടല്ലോ, ഈ ജീവിതം, കുടുംബജീവിതം ഉണ്ടല്ലോ, അന്ന് കർത്താവിൻ്റെ മുമ്പിൽ പിതാവ് മൗനമായിരുന്നതിൻ്റെ റിസൾട്ടാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അന്ന് പുത്രൻ കരഞ്ഞ കണ്ണുനീരിന് പിതാവ് മറുപടി കൊടുത്ത് പാനപാത്രം നീക്കിയിരുന്നെങ്കിൽ, മനസ്സിലാവുന്ന രീതിയിൽ പറയാം, ക്രൂശീകരണം പിതാവ് പുത്രനെ എടുത്തു മാറ്റിയിരുന്നെങ്കിൽ നാം ഇന്ന് സന്തോഷിക്കില്ലായിരുന്നു, നാം ഇന്ന് സമാധാനം അനുഭവിക്കുകയില്ലായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ല, നമ്മൾ നന്നായി ജീവിക്കത്തില്ലായിരുന്നു. നമ്മുടെ ജീവിതം വലിയ പരാജയമായനെ. നാം ശാപത്തിലായനെ, നാം രോഗത്തിലായനെ, നാം വേദനയിലായനെ, നാം തകർച്ചയിലായനെ. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ജീവിതം ഇങ്ങനെ ആകാൻ വേണ്ടി, നാം ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അന്ന് പുത്രനെ ക്രൂശിക്കുക എന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു.